ഹായ് ഗൈസ്, വെൽക്കം ടു സോർന്യൂസ്. നമുക്കിന്നൊരു ചിക്കൻ കറി കണ്ടാലോ? ഞാൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം. അതിലേക്ക് ഒരു 3-3.25 സ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഒരു 1-1.25 സ്പൂൺ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വലിയൊരു സ്പൂണ് 1.25 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവിനനുസരിച്ച് വേണം നമ്മൾ മസാലകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. നമുക്ക് എരി കുറച്ച് മതി, അതുകൊണ്ട് കുറച്ച് ഉപയോഗിക്കുന്നു. പിന്നെ ഒരു സ്പൂണും ഒരു ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ശകലം കുരുമുളക് പൊടിയും അതിൻ്റെ മണ്ടയ്ക്ക് ഇടുന്നുണ്ട്. പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കുന്നതാണ്. ഒന്നുകൂടെ പറയാം, 3-3.25 സ്പൂണോളം ചിക്കൻ മസാല, 1.25 സ്പൂണോളം ഗരം മസാല, വലിയ സ്പൂണിന് 1.25 സ്പൂൺ വെച്ചേക്ക് മല്ലിപ്പൊടി, 1.25 സ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് പിന്നെ നമ്മൾ ഗ്യാസ് ഉണ്ടെങ്കിൽ ഗ്യാസ് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് മൂത്ത് വരുന്ന രീതിയിലിട്ട് ചീനച്ചട്ടിയിൽ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി ചിക്കനെ മസാലയെല്ലാം പിടിക്കത്തക്ക രീതിയിലിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ തൈര് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി മസാലയൊക്കെ എല്ലായിടത്തും ആവത്തക്ക രീതിയിലായിട്ട് തിരുമ്മി മാറ്റി വെക്കുക. അതേ പാത്രം തന്നെ നമുക്ക് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 3-3.5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേന് അതിലേക്കൊരു ഞാനൊരു 2 വലിയ സവാള കുനുകുനാന്നരിഞ്ഞതാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുമെങ്കിലും അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്കുന്നതാണ്. അരിഞ്ഞിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരട്ടെ. വഴണ്ട് വരുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുത്ത് തീ കുറച്ചിട്ടോ കൂട്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഫ്ലെയിം ചെയ്ത് ഒന്ന് വഴണ്ട് വരുമ്പോൾ ഒരു ശകലം ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം 2 പച്ചമുളക് നീളത്തിലരിഞ്ഞ് നമുക്ക് അരിഞ്ഞ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഇടുന്നത്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അരിഞ്ഞ് വേണം ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ മുമ്പ് മസാല ഇട്ട് വെച്ചിരുന്ന ചിക്കന് ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ തേച്ച് പുരട്ടിയതിന് ശേഷം ചിക്കനിലിട്ട് ഉള്ളിയെല്ലാം കൂടെ ആക്കത്തക്ക രീതിയിലായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ നമുക്ക് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് നമ്മൾ വെള്ളം ഇതുവരെ ഒഴിക്കുന്നേ ഇല്ല. ചിക്കനിൽ നിന്ന് ഓൾറെഡി നമുക്ക് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. അങ്ങനെ തല്ലിപ്പൊത്തി ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് നമുക്ക് ഇളക്കാവുന്നതാണ്. അപ്പോഴത്തേനും നമുക്കൊരു ഒരു ഇത് കിട്ടും. 5 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ. അപ്പോഴത്തേനും നമുക്ക് വഴണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വരാൻ തുടങ്ങും. ചെറിയ തോതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ മീഡിയം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടല്ല, തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ കരിഞ്ഞു പോവും, അടിക്കും പിടിക്കുന്നതാണ്. നല്ല രീതിക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊത്തി കൊടുത്തതിന് ശേഷം 2 തക്കാളി നമ്മളെടുത്ത് മിക്സിയിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ നന്നായിട്ട് തല്ലിപ്പൊത്തി പിന്നെയും വെച്ചിട്ടുണ്ട്. നമ്മൾ 2 തക്കാളി എടുത്ത് അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ നമുക്കൊരു വേറെ ടേസ്റ്റ്, നമ്മൾ ചിക്കൻ നമ്മൾ കല്യാണത്തിൽ നിന്നൊക്കെ പോയി കഴിക്കുന്നൊരു ടേസ്റ്റ് നമുക്ക് വരും. ഇപ്പം നമുക്ക് കാണാം, നമ്മൾ തിളച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ തിളച്ച് തുടങ്ങുന്നിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ്റെ വെള്ളം ഇറങ്ങി തുടങ്ങിയതേ ഉള്ളായിരുന്നു. പിന്നെ നമ്മളിത് ചെയ്തുകൂടിട്ട് ആ തക്കാളിയുടെ പേസ്റ്റ് എല്ലായിടത്തും ആവുന്നേരം വരെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ചിക്കനിൽ നിന്ന് ഇറങ്ങും. പിന്നെ നമുക്ക് നമ്മുടെ ചാറിന് വേണ്ട അത്ര ആവശ്യത്തിൽ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇച്ചിരി കായം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കായം ഇട്ട് കൊടുത്ത് ചിക്കൻ വേവുന്നേരം വരെ തീ കുറച്ച് വെച്ച് നന്നായിട്ട് വേവിച്ച് നിങ്ങളുടെ ആവശ്യത്തിന് ചാറ് രൂപത്തിലാക്കി വെക്കുക. അത് കഴിഞ്ഞ് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒരു 2-2.5 സ്പൂൺ ഒഴിച്ചതിന് ശേഷം നമുക്കതിനകത്തിട്ട് കടുക് താളിക്കാനായിട്ട് നമുക്ക് കടുക് ഇടുക. കടുക് ഇട്ടതിന് ശേഷം ഒന്ന് പൊട്ടി വരിക. ചുമന്നുള്ളിയാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ ചുമന്നുള്ളി അങ്ങനെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സവാളയാണ് എടുത്തത്. ഒരു അരമുറി സവാള അരിഞ്ഞത് മതിയാവും. ഇട്ട് വഴറ്റിയതിന് ശേഷം
വഴറ്റിയാൽ മതി. നന്നായിട്ട് കടുക് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് ഒരു അരമുറി സവാള അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റി വരുന്നുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നിങ്ങൾ കാണുമ്പോൾ വലുതായിട്ടല്ല, കുനുകുനാന്നാണ് അരിഞ്ഞേക്കുന്നത്. എന്താ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് മണ്ടയ്ക്കോട്ട് മല്ലിയിലയും കൂടെ ഇടാവുന്നതാണ്. നന്നായിട്ട് താളിക്കുന്ന രൂപത്തിലാക്കി എടുത്തിട്ട് നമ്മുടെ ചിക്കൻ കറിയുടെ മണ്ടയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കതിൻ്റെ മണ്ടയിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ വിതറാവുന്നതാണ്. എന്നിട്ട് നമ്മൾ കറി എടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ കൂട്ടിയാക്കിയിട്ട് വേണം. താളിച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ കറി എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ ഇളക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.